പേര് ജോൺസൺ എന്നാണ്. തൊടുപുഴയടുത്ത് കലൂർ കുളപ്പുറത്താണ് വീട്. നമ്മൾ മെയിനായിട്ട് ഫ്രൂട്ട് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റംബുട്ടാനിലാണ്. പിന്നെ റംബുട്ടാനിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മറ്റെന്ത് ഫ്രൂട്ട്സ് കൃഷി ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നമ്മൾ ഡൂരിയൻ സ്റ്റാർട്ട് ചെയ്തു. പ്ലസ് ഡുക്കോങ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്തു. വേറെ 1-2 ഫ്രൂട്ട്സൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് സക്സസ് ആയ ശേഷം നമ്മളതിൻ്റെ പേരുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ഡുക്കോങ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ലാൻസിനസ് ഫാമിലിയിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഡുക്കോങ് എന്ന് പറയുന്നത്. നമുക്ക് നാട്ടിൽ നേരത്തെ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ ലാങ്സാറ്റ് കായ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ശരിക്കും ഡുക്കു ലോങ്കോങ് എന്ന് പറഞ്ഞ 2 ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഈ ലാങ്സാറ്റ് ഫാമിലിയിൽ. ഒരു ഡുക്കും ലോങ്കോങ്ങും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് മലേഷ്യയിൽ എടുത്ത ഒരു ഫ്രൂട്ടാണ് ഡുക്കോങ് എന്ന് പറയുന്നത്. ഡുക്കോങ്ങിന് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സാറിന് നോർമൽ ലാങ്സാറ്റിന് ഒരു തൊലി പൊളിക്കുമ്പോൾ നമുക്ക് അതിലൊരു കറയുണ്ടായിരുന്നു. പ്ലസ് കുറച്ച് പഴങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലൊട്ടും ചൊടിയിലൊട്ടും അങ്ങനെ ഒരു കറയുടെ ഒരു ചെറിയ ഒരു ലാറ്റക്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കുരുവിനൊരു കയ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുരുവെല്ലാം അറിയാണ്ട് കഴിച്ചാൽ ഭയങ്കര കയ്പ് വരുന്നതുകൊണ്ട് അതൊരു കൊമേഴ്ഷ്യലായിട്ട് അത് ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അല്ലായിരുന്നു ഈ ലാങ്സാറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡുക്കോങ് ശരിക്കും നമ്മൾ നോക്കിയിട്ട് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാം. അതിന് തൊലിയിൽ ലാറ്റക്സ് ഇല്ല, കുരുവിന് കയ്പില്ല, അങ്ങനത്തെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്ലസ് ഇതിനേക്കാൾ ഇത്തിരി ഇങ്ങനെ സൈസും വെക്കാറുണ്ട് ഈ ഡുക്കോങ് എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്. പിന്നെ ഇച്ചിരി ബുഷിയായിട്ട് വളരും. അപ്പോൾ നമുക്ക് താഴെ തന്നെ ഇത് വലയിടാനും ഹാർവെസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമുണ്ട്. ലോങ്കോങ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെ തന്നെ ബ്രദറാണെങ്കിലും അത് ഇച്ചിരി വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് വളരുന്നതുകൊണ്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. പ്ലസ് ഇത്രയും സ്വീറ്റ്നെസ് ആ ഫ്രൂട്ടിന് കിട്ടുന്നില്ല, ലോങ്കോങ്ങിന് കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഡുക്കോങ് എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ വലിയ മെയിൻ്റനൻസ് ഇല്ലാണ്ട് കൃഷി ചെയ്യാം. ഒരു ഡ്രോബാക്ക് ഉള്ളത് ഇതിൻ്റെ ചോട്ടിൽ മാത്രമേ ഇതിന് വേരുള്ളൂ. ഇപ്പോൾ ചോട്ടിൽ മാത്രം വേരുള്ളതുകൊണ്ട് ഇതിന് വെള്ളം ചെറുപ്പത്തിൽ അതിന് ചോട്ടിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ ചെടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മഹാഗണി ഫാമിലിപ്പെട്ടതാണ്. പക്ഷേ അതിന് വേരുകൾ മുകളിലും വേരുപട്ടലും മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളം നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ ആദ്യമേ ഈ ഫ്രൂട്ടിനെ വളരാനേ വിടാറുള്ളൂ. 2 വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് അതിന് ഷേപ്പിംഗ് വരുത്താറുള്ളൂ. പിന്നെ അതിന് വലിയ പ്രൂണിങ് അങ്ങനെ മെയിൻ്റനൻസ് വരുന്നില്ല ശരിക്കും നോർമലി. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നട്ട് നമ്മൾ ഒരു 3-ാമത്തെ വർഷം ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രൂട്ടിങ് ശരിക്കും ഒരു ഫ്ലവറിങ് ശരിക്കും ഒരു ജനുവരി മുതൽ ഒരു ഏപ്രിൽ വരെ പല ടൈമിലാണ്, അതിൻ്റെ സ്ട്രെസ്സൊക്കെ അനുസരിച്ച് പല ടൈമിലാണ് അത് ഫ്ലവറിങ് വരുന്നത്. പിന്നെ ഒരു 4 മാസത്തോളം എടുക്കും അത് ആ ഫ്രൂട്ട് നമുക്ക് റൈപ്പണായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട്. റംബുട്ടാൻ ശരിക്കും നമ്മൾ എല്ലാ വർഷവും ഒന്ന് പ്രൂൺ ചെയ്യണം. ഇതിനങ്ങനെ എല്ലാ വർഷത്തെ പ്രൂണിങ് ഇല്ല. ശരിക്കും ഹാർവെസ്റ്റ് ചെയ്തിട്ട് 2-3 മാസത്തിന് ശേഷം ഈ തണ്ടിനിടയ്ക്ക് ഈ കമ്പുകൾക്കിടയ്ക്കോടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ശിഖരങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. വലിയൊരു ലാർജ് സ്കെയിൽ പ്രൂണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. മെയിൻ്റനൻസ് വളരെ കുറവുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒത്തിരി നൈട്രജൻ കൊടുക്കത്തില്ല. പിന്നെ ചെടീനെ ഒത്തിരി വളർന്ന് വലിയ ചെടിയാവാനായിട്ട് നമ്മൾ ഒത്തിരി നൈട്രജനുള്ള വളങ്ങൾ കൊടുക്കത്തില്ല. മെയിനായിട്ട് അത് കായ്ക്കാനുള്ളതായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യത്തുള്ളൂ. മെയിനായിട്ട് പൊട്ടാഷ്. പിന്നെ ഇതിൻ്റെ സ്കിന്ന് ചുരുക്കമായിട്ട് പൊട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അത് ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം, ബോറോണ്, പൊട്ടാഷ് ഈ 3 മൂലകങ്ങൾ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് അതിനെ ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൊടുത്തിട്ട് ഈ വർഷം അങ്ങനെ സ്കിന്ന് പൊട്ടുന്ന ഇഷ്യൂസൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. നമ്മൾക്കത് വളരെ കുറവുണ്ട്. റംബുട്ടാൻ വേറൊരു ടേസ്റ്റാണ്. റംബുട്ടാൻ എനിക്ക് തോന്നുന്നു മലയാളി കഴിച്ച് അനേക വർഷമായിട്ട് കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഇത് ഒത്തിരി വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ഇതൊരു പുളിയും മധുരം കൂടി ടേസ്റ്റ് ആണെങ്കിൽ ഒരു വമ്പിളീസിൻ്റെ ഒരു ഫ്ലേവറോടെ ഇതിന് വരാറുണ്ട്. ഇതിന് പുറമേ അട്രാക്ഷൻ റംബുട്ടാന് കൂടുതലെങ്കിലും റംബുട്ടാന് 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മുള്ളു വാടി പോകുമ്പോഴേ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതിന് റംബുട്ടാൻ്റെ അത്ര അട്രാക്ഷൻ ആദ്യമേ മുതലേ ഇല്ലെങ്കിലും 2-3 ദിവസം ഇത് നല്ല ഇതിൻ്റെ സ്കിന്നൊക്കെ ചുളിയാണ്ട് തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് നമുക്ക് സെയിൽ ചെയ്യാം. പ്ലസ് അത്യാവശ്യം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടോടെയാണ്. പക്ഷേ ഒരു ഇഷ്യൂ ഉള്ളത് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്രൂട്ട് ഒത്തിരി വെറ്റായിരിക്കും. ഇത് റെയിനി ചെയ്യുന്ന ടൈമിൽ നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത്, കാരണം അങ്ങനെ വന്നാൽ ചുരുക്കമായിട്ട് അതിൻ്റെ പുറത്തൊരു മോൾഡ് വരാം. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് 3 ദിവസം വളരെ നല്ല രീതിക്ക് തന്നെ ഫ്രൂട്ട് മാർക്കറ്റബിളായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നിനൊക്കെ ആ സെയിം അപ്പിയറൻസ് തന്നെ 3 ദിവസം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് നമ്മൾ മലേഷ്യയിൽ ഹൈബ്രിഡൈസ് ചെയ്തൊരു ഫ്രൂട്ടാണ്. നമ്മളുടെ ഒരു സുഹൃത്ത് വഴി ഇവിടെ നമ്മൾ എത്തിച്ചതാണ് തൈകളെല്ലാം. അപ്പം അത് മലേഷ്യയിൽ നോർമലി ലോങ്കോങ്ങും ഡുക്കോങ്ങും ഒക്കെ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നതാണ്. റംബുട്ടാൻ്റെയും മംഗോസ്റ്റിൻ്റെയും ഒപ്പം കൃഷി ചെയ്യുന്നൊരു ഫ്രൂട്ട് തന്നെയാണ്.
നമ്മൾക്കിവിടെ ആദ്യമേ വന്ന് ഈ ലാങ്സാറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ചില ഡ്രോബാക്സ് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഫ്രൂട്ട് ഒരു കൊമേഴ്ഷ്യലായിട്ട് ഈ കേരള മാർക്കറ്റിൽ അങ്ങനെ വരാണ്ടിരുന്നത്. കാരണം ലാങ്സാറ്റ് ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ട് പലർക്കും അത് കറയും ഈ കുരുവിൻ്റെ കയ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് കൊമേഴ്ഷ്യലായിട്ട് അതൊരു സക്സസ് ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം അല്ലായിരുന്നു. ഇത് അവിടെ മാർക്കറ്റിലെല്ലാം നമുക്ക് തായ്ലൻഡിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ കാണാൻ പറ്റുന്നതും അവിടെ സെയിൽ ചെയ്യുന്നതും അവർ ഗൾഫിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ലോങ്കോങ്ങും ഡുക്കോങ്ങും. ഇത് നമ്മൾ 2018 നട്ട ഒരു മരമാണ്, ഈ ഡുക്കോങ്ങിൻ്റെ മരമാണ്. ഈ മരത്തിൽ ഏകദേശം ഒരു 70 കിലോയോളം പ്രൊഡക്ഷൻ ഈ തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. 3 വർഷമല്ല 4 വർഷമായി. കഴിഞ്ഞ വർഷം മാത്രം ഇതിൽ പ്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് 3 വർഷമായിട്ട് ഈ മരത്തിൽ നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഡുക്കോങ്ങിൻ്റെ മരം ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ അത് ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്തെടുക്കുന്നത്. നമ്മൾ റംബുട്ടാൻ്റെ മാതിരിയല്ല, റംബുട്ടാൻ്റെ അതിൻ്റെ ശിഖരങ്ങളുടെ അറ്റത്താണ് കായ്ക്കുന്നത്. ഡുക്കോങ് പക്ഷേ തടിയിൽ കായ്ക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഓവറായിട്ടുള്ള പ്രൂണിങ്ങോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടൈം ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പിംഗ് ആക്കിയ ശേഷം പിന്നെ ആ മരം കാര്യമായിട്ട് നമ്മൾ പ്രൂണിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ടൈമൊന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറില്ല. മെയിൻ്റെനൻസ് വളരെ കുറവുള്ളൊരു ചെടിയായിട്ടാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഡുക്കോങ്. ഡുക്കോങ്ങിൻ്റെ ഒരു ഫ്ലവറിങ് കഴിഞ്ഞൊരു സ്റ്റേജിലാണ് ഈ കൊല കാണുന്നത് ഏകദേശം. അതിനുശേഷം അത് കുറച്ചും കൂടെ വളർന്ന ഒരു സ്റ്റേജിൽ പച്ച കളറിലാണ് ഇത് ആദ്യമേ വരുന്നത്. പിന്നെ അത് യെല്ലോ കളറാവും. യെല്ലോ കളറായ ശേഷമാണ് അത് ശരിക്കും ആ ഫ്രൂട്ട് നന്നായിട്ട് നല്ല സൈസായിട്ട് വരുന്നത്. യെല്ലോ കളറാകുമ്പോൾ ഇത് പഴുത്ത ഫ്രൂട്ടാണെന്ന് അല്ലെങ്കിൽ റൈപ്പണായ ഫ്രൂട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനുശേഷമാണ് ആ ഫ്രൂട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത്. നല്ല സൈസ് എത്തുന്നത് ഈ കളർ ചേഞ്ചിന് ശേഷമാണ്. നമ്മളിവിടെ റബ്ബർ ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലത്ത് പിന്നെ നമ്മൾ റംബുട്ടാൻ നട്ടിരുന്നു. അതിനുശേഷം നമുക്ക് ഡൂരിയാൻ്റെയും ഡുക്കോങ്ങിൻ്റെ ഒക്കെ തൈ അവൈലബിൾ ആയപ്പോൾ നമ്മൾ ഡൂരിയാനും ഡുക്കോങ്ങും മിക്സ് ചെയ്ത് നടുക ചെയ്തത്. അത് ഒരു ചെറിയ റിസ്ക് കൊണ്ട് പുതിയൊരു ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡൂരിയാനും ഡുക്കോങ്ങും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ നട്ടത്.